अला सखिनी वेगालिलो सडै विचेतावि पूवे नीवे स्वच्छमैना वासन्तमयी विरबूसावा मांगल्यम ई मण्णिन निरमारिल मांगल्यम
கனவா நினைவா என் கண்கள் தேடும் தேவா, உறவா உயிரா என் மனதில் பூத்த பூவா, உனை வேறாக புரிஞ்சிடுவேனா, என்னை தீயாக சுடுபவள் நீயா. உனை வேறாக புரிஞ்சிடுவேனா, என்னை தீயாக சுடுபவள் நீயா. கல்யாண வைபோகமே ലക്ഷ്മി കല്യാണ രൂപത്തിൽ സ്വർണത്തിൽ നിർമ്മിച്ച ആ താലിയിൽ മുകൾ ഭാഗത്തായി മഹേശ്വരനും മധ്യത്തായി മഹാവിഷ്ണുവും അറ്റത്തായി ബ്രഹ്മാവും കുടികൊള്ളുന്നു. അങ്ങനെയുള്ള ആ താലി ശ്രീ ഗുരുവായൂരപ്പന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് സ്ത്രീയുടെ ഗളത്തിൽ അണിയാനുള്ള ഒരു മഹാപുണ്യഭാഗ്യം നമുക്കുണ്ടായി. ഗളം എന്ന് പറയുമ്പോൾ പ്രാണസ്ഥാനത്ത് അണിയുമ്പോൾ പ്രപഞ്ചത്തിന്റെ നിയന്താവായ പരമാത്മാവായ പുരുഷനും പ്രകൃതിയാവുന്ന ജീവാത്മാവായ സ്ത്രീയുടെയും ഒരു സംഗമമായിട്ടാണ് ഈ താലി ചാർത്ത് നടക്കാറ്. തുടർന്നുള്ള ചടങ്ങുകൾ നമ്മൾ ഇവിടെ പറയും പൂക്കളെയും നെല്ലും സൂര്യഭഗവാനായി, ഇടതുഭാഗത്തിരിക്കുന്ന ഇടങ്ങഴിയരി ചന്ദ്രഭഗവാനായി, ഗുരുവിനുള്ള വിളക്കം, ദേവീ സങ്കല്പവും ഗണപതിക്കുള്ള വിളക്കം, കൂടാതെ ത്രിമൂർത്തി സങ്കല്പത്തിനുള്ള കലശപ്പും ഈ കതിർമണ്ഡപത്തിൽ വെച്ച് നടക്കുന്നതിന് മുമ്പായി ഗുരുവായൂരിൽ നടക്കുന്ന വിവാഹമായതുകൊണ്ട്
എത്ര കേട്ടാലും മതി വരാത്ത, എത്ര കണ്ടാലും മതി വരാത്ത ആ പൊന്നുണ്ണി കണ്ണന്റെ പ്രതിഷ്ഠയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാം എങ്കിലും ഒരു ഓർമ്മ പുതുക്കലിനായി നമുക്ക് ഈ മഹത്തായ ചടങ്ങിന്റെ ഭാഗമായി ആ ഗുരുവായൂരപ്പന്റെ ആ പ്രതിഷ്ഠയെക്കുറിച്ച് ഒരു വാക്ക് സംസാരിച്ചിട്ട് തുടങ്ങിയ പോലെ. ആരും മിണ്ടുന്നില്ല? മതിയോ? മതി, കണ്ടു, സന്തോഷം. അപ്പോ ഭാഗവതത്തിലെയും നാരദ പുരാണത്തിലെയും കഥയാണ്. അത് ഞാൻ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. അർജുനന്റെ പൗത്രനും കുരുവംശത്തിന്റെ അവസാന കണ്ണിയുമായ പരീക്ഷിത് മഹാരാജാവിന്റെ മകനാണ് ജനമേജയൻ. സർപ്പശാപത്താൽ അസുഖബാധിതനായ ജനമേജയൻ പല കാര്യങ്ങളും നോക്കി അസുഖം ഭേദമായില്ല. ആ സമയത്ത് നാരദ മഹർഷി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഗുരുവായൂർ പൂജ ഭജിച്ചാൽ അസുഖം മാറും. അപ്പൊ ചോദിച്ചു, എങ്ങനെയാണ് ഗുരുവായൂർ പൂജ ഭജിച്ച ഈ അസുഖം മാറും? അതിനായി നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത ആ കഥയാണ് ഇപ്പോൾ 2 മിനിറ്റ് കൊണ്ട് പറയുന്നത്. ആദികൽപ്പത്തിൽ ബ്രഹ്മാവ് തന്റെ സൃഷ്ടിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മഹാവിഷ്ണു പ്രത്യക്ഷനായി. മഹാവിഷ്ണുവിനോട് ബ്രഹ്മാവ് ചോദിച്ചു, തനിക്കും തന്റെ സൃഷ്ടികൾക്കും കർമ്മബദ്ധം കൂടാതെ മുക്തിപ്രദാനത്തിനായി ഒരു വരമാരാഞ്ഞപ്പോൾ ഭഗവാൻ തൻ്റെതായ ചതുർഭാവുവായ ഒരു ശില്പം ബ്രഹ്മാവിന് സമ്മാനിക്കുകയുണ്ടായി. ബ്രഹ്മാവ് ആ ശില്പം സത്യയുഗത്തിൽ സുതപസ് എന്ന മഹാരാജാവ് പുത്രദുഃഖത്താൽ കഴിയുകയായിരുന്നു. അദ്ദേഹത്തിന് ഈ വിഗ്രഹം സമ്മാനമായി നൽകുകയും സുതപസ് ആ വിഗ്രഹത്തിൽ പൂജിച്ച് സന്തുഷ്ടനായ മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മഹാരാജാവേ, എന്ത് വരമാണ് അങ്ങേക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, ഭഗവാനെ, ഞാൻ പുത്രദുഃഖത്താൽ കഴിയുന്ന ഒരാളാണ്. അങ്ങ് എനിക്ക് ഇതുപോലെയുള്ള ഒരു പുത്രനെ നൽകണമേ എന്ന് ഭഗവാനോട് 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, അങ്ങ് എന്നോട് 3 പ്രാവശ്യം ചോദിച്ചത് കൊണ്ട് ഞാൻ 3 വരം തരാൻ നിർബന്ധിതനാണ്. അങ്ങക്ക് ഇതുപോലെയുള്ള ഒരു പുത്രനെയല്ല, ഞാൻ തന്നെ അങ്ങയുടെ പുത്രനായി അങ്ങയുടെ 3 പുനർജന്മങ്ങളിൽ ജനിക്കാമെന്ന് പറഞ്ഞ് സത്യയുഗത്തിൽ സുതപസിന്റെയും പ്രശ്നിയുടെയും മകനായി പ്രശ്നിഗർഭനായും ത്രേതായുഗത്തിന്റെ 2ാം പാതിയിൽ കശ്യപനും അതിഥിയുമായി പുനർജനിച്ചപ്പോൾ വാമനനായി അതേ ത്രേതായുഗത്തിൽ തന്നെ കൗസല്യയും ദശരഥ മഹാരാജാവുമായി 2ാം പുനർജന്മമായപ്പോൾ അവരുടെ മകനായി ശ്രീരാമനായും പിന്നീട് വസുദേവരും ദേവകിയുമായി പുനർജനിച്ചപ്പോൾ അവരുടെ മകനായി പൊന്നുണ്ണി കണ്ണനായും പിറന്നു. കണ്ണനായി പിറന്നപ്പോൾ സ്വന്തം പിതാവിന് തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്ത ഭഗവാൻ തന്റെ പിതാമഹന്മാർക്ക് നൽകിയ വാക്കുപ്രകാരം ആ ചതുർബാഹുവായ ആ ശില്പം ദ്വാരകയിൽ പ്രതിഷ്ഠിക്കുകയും അതിൽ പൂജ ചെയ്യുകയും ചെയ്തു. ഭഗവാൻ തന്റെ സ്വർഗാരോഹണ സമയത്ത് ഉദ്ധവരോട് പറഞ്ഞു, ഇന്നേക്ക് 7ാം നാൾ ഈ ദ്വാരകയും ദ്വാരകാ നഗരിയും എല്ലാം സമുദ്രത്തിലാണ്ടുപോയി. എന്നാൽ ഈ വിഗ്രഹം മാത്രം നിലകൊള്ളും. കാരണം കലിയുഗത്തിൽ ഇത് മോക്ഷപ്രാപ്തിക്കായി നിലകൊള്ളുന്നു. മോക്ഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പൂർവികർ എന്തെങ്കിലും തെറ്റുചുറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാറില്ലേ, കഴിഞ്ഞ ജന്മത്തിൽ തൻ പൂർവികർ ചെയ്ത തെറ്റായിരിക്കാം. നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നാം ചെയ്ത തെറ്റുകുറ്റങ്ങൾ ഭഗവാന്റെ ആ ദർശനം വരെ, ആ നാളിതുവരെ നമ്മൾ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദർശനത്തിൽ തന്നെ നമുക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് മോക്ഷം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. പറഞ്ഞ പോലെ തന്നെ 7ാം നാൾ ദ്വാരകയും ദ്വാരകാ നഗരിയും എല്ലാം സമുദ്രത്തിൽ ആണ്ടുപോയി. എന്നാൽ ഈ വിഗ്രഹം മാത്രം സമുദ്രത്തിൽ അങ്ങനെ പാറിക്കിടന്ന് അങ്ങനെ തെക്കോട്ട് ഒഴുകുന്നു. ഉദ്ധവർ ഈ വിവരം ദേവഗുരുവായ ബൃഹസ്പതിയോട് പറയുകയും ദേവഗുരുവായ ബൃഹസ്പതിയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ വായുഭഗവാനും കൂടി പാറിക്കിടക്കുന്നതായ വിഗ്രഹം കൊണ്ടുവന്ന് ഇന്നു കാണുന്ന ഗുരുവായൂരിലെ തീർത്ഥക്കുളത്തിൽ ഒരു താമര പൊയ്യുകയായിരുന്നു. അതിൽ ജടാധാരിയായ മഹേശ്വരൻ കുളി കഴിഞ്ഞ് കരയിലിരുന്ന് പൂജ ചെയ്യുകയായിരുന്നു. താനിരുന്ന സ്ഥാനമാണ് ഈ പ്രതിഷ്ഠയ്ക്കുള്ള യഥാർത്ഥ സ്ഥാനമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും ശിവൻ സ്വയംഭൂവായി മമ്മിയൂരിൽ അവതരിക്കുകയും ചെയ്തു. പൂന്താനം പറഞ്ഞതുപോലെ ഈ ഗുരുവായൂരുടെ ഓരോ മണൽത്തരി പോലും 1 കോടി പുണ്യം ചെയ്തിരിക്കുന്നുവെന്ന്. അപ്പൊ അങ്ങനെയുള്ള ഈ പുണ്യസ്ഥലത്ത് വെച്ച് നടക്കുന്ന നമ്മുടെ പൊന്നോമന മക്കളുടെ ഈ വിവാഹത്തിൽ നാം എല്ലാം പങ്കെടുക്കുന്നത് ഇവർക്ക് എന്തിനു വേണ്ടി? ഇവർക്ക് അനുഗ്രഹം ചൊരിയാണ്. അനുഗ്രഹം ചൊരിയുക എന്ന് മാത്രമല്ല, ഇന്നു മുതൽ അവർ വിവാഹ ജീവിതം ജീവിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഇവർക്ക് വേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് എന്തും നേടാം. ഒരിക്കൽ കൂടി ആ ഭഗവത് സന്നിധിയിൽ നമ്മൾ എത്തുന്നു. ഗുരുവായൂർ അമ്പലത്തിന്റെ ഭഗവത് സന്നിധിയിൽ എത്തി സോപാനത്തെത്തുമ്പോൾ
ശ്രീകോവിൽ തുറക്കുന്ന സമയത്ത് കാണുന്ന വർണ്ണശബളമായ ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക്, ഈ പൊന്നോമന മക്കൾക്ക് സർവവിധ ആയുരാരോഗ്യ സൗഖ്യവും സമ്പത്തും സമൃദ്ധിയും സന്താനഭാഗ്യവും നൽകണേ ഭഗവാനെ എന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ തൃപാദങ്ങളിൽ മനസ്സുകൊണ്ട് ശിരസ് അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇവർക്കായി ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് അടുത്ത ചടങ്ങിലേക്ക് നീങ്ങാം. அலைகளின் கவிதை பிறக்குது கனவே, இதயம் துடிக்குது துடிக்குது மனமே. பால் மழை பொழிந்தாலும் முகம் நினைத்தேன், வைகை கரையில் நான் தேடி வருவேன். அலைகளின் கவிதை பிறக்குது கனவே, இதயம் துடிக்குது துடிக்குது மனமே. തളിരല്ലേ നീ പെൺകിനാവിൻ കതിരല്ലേ, വർണ്ണരാവിനൊളിയല്ലേ നീ മാനമേഘ ചിറകല്ലേ, പൂവഴകോ നീയല്ലേ, നിന്നുയിരായി ഞാനില്ലേ, അഴകിൻ അഴകേ തളിരല്ലേ നീ പെൺകിനാവിൻ കതിരല്ലേ, വർണ്ണരാവിനൊളിയല്ലേ നീ മാനമേഘ ചിറകല്ലേ. താരം നിന്നിൽ താലിയണിഞ്ഞല്ലോ, അമ്പിളി മാരത്തെ പൊന്മാനെ, ആലോലമാടും കണ്ണിൽ ലാസ്യമുണർന്നല്ലോ, കാലിലെ തുമ്പത്തെ പൂത്തുമ്പി, കേൾക്കും നേരം വാതിൽ പഠിക്കാൻ വന്നു, കാതോരം ചൊല്ലിടാം ഞാൻ, അരികിൽ ഞാനില്ലേ, നിഴലായി ഞാനില്ലേ. പെണ്ണിലാവിൻ തളിരല്ലേ നീ പെൺകിനാവിൻ കതിരല്ലേ, വർണ്ണരാവിനൊളിയല്ലേ നീ മാനമേഘ ചിറകല്ലേ, പൂവഴകോ നീയല്ലേ, നിന്നുയിരായി ഞാനില്ലേ, അഴകിൻ അഴകേ. അലകളിൽ കവിത പിറക്കുത് കനവേ, ഇരയം തുടിക്കുത് തുടിക്കുത് മനമേ. പാൽമഴை പൊഴിந்தாலும் മുഖം நினைத்தேன், வைகை கரையில் நான் தேடி வருவேன். அலைகளின் கவிதை பிறக்குது கனவே, இதயம் துடிக்குது துடிக்குது மனமே. ആലോലം ചാഞ്ചാടും നാടത്തിൽ ചേരുന്നേ ആരോ പൊൻതിങ്കളും, പൂന്തെന്നൽ വന്നാലും വാഴാതെ നിന്നാടും താരാജാലങ്ങളോ, ഉയരിൽ നിറയും അരിയ കിനാവുകളെ, ചിറകിൽ ഉയരാൻ തോന്നിയോ, മധുരം പകരും ഒരു പിടി നിമിഷവുമായി ഇതുവഴി
കളഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകി അഴകേ സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ നിറയുക സിരകളിൽ അനുപമലഹരികളെ പകലിലേറെ അഴകുമായി വരുമൊരതിശയരാവു തരും സുഖമിതു മറയരുതിനിയൊരു പിറവി വരെ കാതിനോരമാരോ പാടി തിരി തിരി നറു തിരി തിരിയുടെ കതിരൊളിയോ മൽച്ചേരോടെ നെളിയിണ ചുറ്റി തൊഴുതുണരാനെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ ആലോലം ചാഞ്ചാടും നാളത്തിൽ ചേരുന്നേ ആരോ പൊൻസൂര്യനും പൂന്തന്നെ വന്നാലും വാടാതെ നിന്നാടും താരാജാലങ്ങളോ ഉയിരിൽ നിറയും അരിയ കിനാവുകളെ ചിറകിൽ ഉയരാൻ കൊതിയ മധുരം പകരും ഒരു പിടി നിമിഷവുമായി ഇതുവഴി പോരുവതാരോ ആരോ ആരോ തിരി തിരി നറു തിരി തിരിയുടെ കതിരൊളിയോ മൽച്ചേരുളേ നിന്നെ ചിമ്മി തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പുത്തുലഞ്ഞു നിന്നോ താരകൾ കൺകോണിനുള്ളിലെ കണ്ണാടി നീട്ടവേ കാത്തുനിന്ന രാവുകൾ കണ്ടു ഞാൻ എത്ര നാൾ തേടി നിന്നുവെന്നോ നിന്നെ ഞാൻ നെഞ്ചകമുരുകും അനുരാഗം പ്രണയവീണ മീട്ടി തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പൂത്തുലഞ്ഞു നിന്നോ താരകൾ പൂപോലെ ചുണ്ടിൽ തേനൂറും നിന്നുള്ളിൽ സ്നേഹസ്വപ്നങ്ങളോ മോഹരാഗങ്ങളോ അവയിലൊഴുകും അഴകി നിലകൾ ഹൃദയ മധുര ചഷകമിതിലെ പ്രേമതരള നുരകളിളകും ഗാനരസന തഴുകിയൊഴുകവേ നീയും ഞാനും ഉണ്ടോ എന്നോമൽ പെണ്ണെ തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പൂത്തുലഞ്ഞു നിന്നോ താരകൾ എത്ര നാൾ തേടി നിന്നുവെന്നോ നിന്നെ ഞാൻ അത്രമേൽ നെഞ്ചകമുരുകും അനുരാഗം പ്രണയവീണ മീട്ടി താരരരര താരരര
വിളിക്കുന്നേ കൊക്കുരു കുരു കുരു കൂവി കുറുകി കുന്നിമരത്തേൽ ഉയല്ലാടി കൂടുമൊരുക്കി കൂട്ടുവിളിക്കുന്നേ മാരൻ നിന്നെ കൂകി കുറുകി കൂട്ടുവിളിക്കുന്നേ തങ്കക്കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ ഹോയ് തങ്കക്കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ जिया जले जा जले नैनो तले धुआं चले रात भर धुआं चले जानू ना आ सके जिया जले जा जले नैनो तले धुआं चले रात भर धुआं चले जानू ना आ सके जिया जले जा जले देखते हैं तन मेरा मन में छुपती है नजर होठ सिल जाते उनके नर्म होठों से मगर गिनती रहती हूँ मैं अपनी करवटों के सिलसिले क्या करो कैसे कहो रात कब कैसे ढले हो നെഞ്ചിനിലെ ഊഞ്ചലേ നാണങ്ങൾ എൻ കണ്ണിലെ സിവന്തതേ എൻ മഞ്ചളേ നെഞ്ചിനിലെ ഊഞ്ചലേ പിന്നെന്തേ എന്തേ മുല്ലേ കന്നിവേയിൽ വന്നേ ചാരേ പിന്നെന്തേ ഓമൽ ചുണ്ടിൽ പുഞ്ചിരിത്തേൻ പെയ്തിലെന്തേ കണ്ണോട് കാവലായി കസ്തൂരി തെന്നലിൽ